നമസ്കാരം. സുപ്രഭാതത്തിലേക്ക് പതിവ് പോലെ തന്നെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എറണാകുളത്ത് വൈറ്റിലയ്ക്ക് അടുത്ത തൃപ്പൂണിത്തുറ റോഡിലെ ചമ്പക്കരയിലെ കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിക്കുന്ന ലൈഫ് എന്ന നാച്ചുറോപ്പതി ഹോസ്പിറ്റലാണ് ഇന്നത്തെ സുപ്രഭാതത്തിൻ്റെ ഈ വേദി. നമ്മൾ സാധാരണ എന്ത് തൊഴിലും ചെയ്യുന്നവർ പറയുന്ന കാര്യമാണ് അന്നമാണെണ്ണ ഉന്നം എന്ന് പറയാറുണ്ട്. ഒന്നുകൂടി പറയാം, അന്നമാണെണ്ണ ഉന്നം എന്ന് പറയാറുണ്ട്. അങ്ങനെ അന്നം തേടിയുള്ള യാത്ര ചെന്ന് അവസാനിക്കുന്നത് ബിരുദത്തിലുമാവും. നമ്മൾ സാധാരണ അതും പറയാറുണ്ട്. PhD എന്നുള്ള ബിരുദം, പ്രഷറും ഹാർട്ട് അറ്റാക്കും ഡയബറ്റിക്കും എല്ലാം ചേർന്ന് PhD ബിരുദം നേടുന്ന ഒരു വിഭാഗമായിട്ട് പണ്ട് പ്രവാസികളെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും തന്നെ ഇങ്ങനെ PhD ബിരുദം നേടുന്നവരായിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഭക്ഷണത്തെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെയുള്ള വളരെ ശാന്തസുന്ദരമായ ആരോഗ്യപരമായ ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക, ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റുക? ഈ ലൈഫ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയാണ് ഇന്നത്തെ സുപ്രഭാതത്തിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ധവള പൂർണിമയുള്ള ഒരു ചിത്രം തീർച്ചയായിട്ടും മനസ്സുപോലെ തന്നെ ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ പ്രകൃതി ചികിത്സയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തന്നെ ശ്രദ്ധയുറപ്പിക്കാനും ഏകാഗ്രമായൊരു മനസ്സിനെ വാർത്തെടുക്കാനും അത് ജനങ്ങൾക്ക് പ്രയോജനകരമായ വണ്ണം വീതിച്ചു കൊടുക്കാനും പറ്റുമെന്നുള്ള ഭാഗ്യം അല്ലേ ഡോക്ടർ? വളരെ ഒരു ഭാഗ്യമാണത്. സുപ്രഭാതത്തിലേക്ക് ഹാർദമായി ഡോക്ടറെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വളരെ തിരക്ക് പിടിച്ച ഇന്നത്തെ ജീവിതത്തിൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അന്നമാണ് അണ്ണ ഉന്നം എന്ന് പറയുന്ന പോലെ അന്നത്തിന് വേണ്ടിയുള്ളൊരു ഓട്ടമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഏത് രീതിയിലെങ്കിലും വയറ് നിറയ്ക്കുക എന്നുള്ള ഒരു പഴമൊഴി പോലെ തന്നെയുള്ള ഒരു ചിത്രത്തിലേക്ക് വരുന്നു. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഭക്ഷണക്രമമാണോ അതോ രോഗം വന്നാൽ ഏത് അസുഖത്തിനും കഴിക്കുന്ന മരുന്നുകളുടെ ഒരു ലോകമാണോ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്നത്, സ്വാധീനിക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീവിതം, അതായത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ ചിന്താധാരകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ഇതിനെല്ലാം നേരിട്ട് സ്വാധീനിക്കുന്നത് അവൻ്റെ ആഹാരമാണ്. ആ ആഹാരത്തിൽ നിന്നാണ് പിന്നെ ബാക്കിയെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത്. രോഗമായാലും ആരോഗ്യമായാലും നല്ല ആഹാരം കഴിച്ചാൽ നല്ല രക്തം ഉണ്ടാകുന്നു, നല്ല രക്തമുണ്ടായാൽ നല്ല ശരീരം ഉണ്ടാകുന്നു. മോശം ആഹാരം കഴിച്ചാൽ മോശം രക്തം ഉണ്ടാകും, മോശം ആരോഗ്യം ഉണ്ടാകും, മോശം ശരീരം ഉണ്ടാകും. ഈ കോമൺ സെൻസ് കൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന ഈ സത്യം, ഇതൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പിന്നെ രോഗങ്ങളില്ല. ഡോക്ടറെ പോലെ പ്രകൃതി ചികിത്സ പരീക്ഷിച്ച് വിജയിച്ചവർ അങ്ങനെ പറയുന്നു. അതേസമയം സാധാരണക്കാരായ ജനങ്ങൾ ലോകത്തെമ്പാടും തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത്, വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ള വിശ്വാസമുണ്ട്. ഉച്ചയ്ക്കും വൈകുന്നേരവും കൃത്യസമയത്ത് തന്നെ ആഹാരം കഴിച്ചിരിക്കണം എന്ന് വിചാരിക്കുന്നവരും വിശ്വസിക്കുന്നവരും അത് പിന്തുടരുന്നവരുമാണ്. അതും ഇഷ്ടമുള്ള രുചിയുള്ള ആഹാരം, ഒരു പ്രായം വരെ പ്രത്യേകിച്ചു. എങ്ങനെ അതിനോട് യോജിക്കുന്നു? അത്തരക്കാരാണ് മഹാരോഗങ്ങളാൽ ആശുപത്രികളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നതും ആശുപത്രിയിലെ ICUകളിൽ ഏകാന്ത കഠിന തടവ് അനുഭവിച്ച് നൂലാമാലകളിൽ കുടുങ്ങി ദുരന്ത മരണം അനുഭവിക്കുന്നത്. അതേസമയം ആദിവാസികളെ നോക്ക്, അവർ വിശക്കുമ്പോൾ മാത്രമേ ആഹാരം കഴിക്കുന്നുള്ളൂ. അതും മസാല, എരിവ്, പുളി ഇതൊന്നും ചേർക്കാതെ ചിലപ്പോൾ ഒരു ചുട്ട് തിന്നു വരാം. അതും ഉടനെ തന്നെ അത് കഴിക്കുകയും ചെയ്യും. റെഫ്രിജറേറ്ററിൽ കയറ്റി വെച്ച് 2ാം വാരം 3ാം വാരം ആഘോഷിക്കുന്ന ഒരു ഹോം മോർച്ചറി സിസ്റ്റം അവർക്കില്ല. അതുകൊണ്ട് വളരെ ചൈതന്യമുള്ള, ജീവ തേജസ്സുള്ള, ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നു. അവർ ഫ്രഷായിരിക്കുന്നു, രോഗങ്ങൾ അവർക്കുണ്ടാകുന്നില്ല. അവർ ദീർഘായുസ്സോടെ 80ഉം 90ഉം 100ഉം വയസ്സിലെല്ലാം മല നടന്നു കയറി സുഖമായിട്ട് ജീവിക്കുന്നു. ഒരു മലയാളിയുടെ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഇഡലി അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ അപ്പം, മുട്ട എന്ന് പറയുന്ന പോലെ അത് മാറിക്കഴിഞ്ഞു. ഇന്ന് പൊറോട്ട ഇറച്ചിയാണ് മലയാളിയുടെ പ്രഭാത ഭക്ഷണം. അതും മലയാളിയുടെ ദേശീയ ഭക്ഷണമാണ് ഡോക്ടർ. ഇന്ന് രാത്രിയും പകലും എന്ന് പറഞ്ഞാൽ ഏത് നിരത്തിലേക്ക് ഇറങ്ങിയാലും തട്ടുകടയിലും പൊറോട്ടയും ബീഫും എന്ന് പറയുന്ന സങ്കല്പം. ഒരു മലയാളിയുടെ ഭക്ഷണക്രമം ഏത് രീതിയിലായിരിക്കണം എന്നാണ് ഡോക്ടർ പ്രകൃതി ചികിത്സയിലൂടെ വിഭാവനം ചെയ്യുന്നത്? ഈ ഒരു മാറ്റം മലയാളിക്കുണ്ടായിട്ട് ഒരു 30 കൊല്ലങ്ങളെ ആകുന്നുള്ളൂ. ഗൾഫിൻ്റെ ആ വർണ്ണപ്പൊലിമ വന്നതിന് ശേഷമാണ് ഇത്തരമൊരു തീറ്റ. അതിനു മുമ്പ് കാലത്ത് എഴുന്നേറ്റ് പഴങ്കഞ്ഞി ഉണ്ടെങ്കിലും മോന്തും, ഉച്ചയ്ക്ക് ചോറും കുറേ പുഴുക്ക്. ഒരു സമ്പന്ന കുടുംബത്തിൽ ഒരു അച്ചാറോ വല്ലതൊക്കെ കണ്ടെന്ന് വരാം. പക്ഷെ ബഹുഭൂരിഭാഗം കുടുംബങ്ങളിലും ഒരു ചോറ്, ഒരു പുഴുക്ക്. വൈകിട്ട് ചായ കുടിച്ചാൽ കുടിച്ചു, ചിലപ്പോൾ 1 ഉണ്ടയോ 2 ഉണ്ടയോ കണ്ടെന്ന് വരാം. പിന്നെ അത്താഴം, സാധാരണ രീതിയിൽ വൈകിട്ടുള്ള കഴിക്കലില്ലായിരുന്നു. അത്താഴം, കഞ്ഞി, ഒരു ചമ്മന്തി,
ഇത് മാത്രമായിരുന്നു മലയാളിയുടെ ഭക്ഷണം. ആ ഭക്ഷണം കഴിച്ചിരുന്ന കാലത്ത് പ്രമേഹം വളരെയേറെ കുറവായിരുന്നു. പ്രഷർ, കൊളസ്ട്രോൾ, ഹൃദ്രോഗം ഇതൊന്നും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. അതിനുശേഷം കാശ് വന്നതോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എങ്കിൽ ഭയങ്കരമായിട്ടുള്ള കുഴപ്പമാണ് എന്നുള്ളൊരു പ്രചരണം, അത് മെഡിക്കൽ മാഫിയയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ്. ഒരു ജനത അമിത ഭക്ഷണം കഴിക്കുന്നതോടെ, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നതോടെ, പ്രത്യേക തരത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുന്നതിലൂടെ കുറച്ച് കൊല്ലങ്ങൾ കൊണ്ട് ഇവർക്ക് എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് റിസർച്ച് ധാരാളം നടക്കുന്ന മെഡിക്കൽ മേഖലയിൽ. ഇപ്പോൾ തേങ്ങ ആപത്താണ്, കഴിക്കരുത്, കൊളസ്ട്രോൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞതോടെ മലയാളി തേങ്ങ ഉപേക്ഷിച്ചു, വെളിച്ചെണ്ണ ഉപേക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഹൃദ്രോഗം കൂടുകയാണ് ചെയ്തത്, മറ്റു പല രോഗങ്ങളും കൂടുകയാണ് ചെയ്തത്. ഇതെല്ലാം ഒരു ഡിസീസ് ഡിസൈനിങ് എന്ന് പറയുന്നതിൻ്റെ ഭാഗത്ത് കിടക്കുന്നതാണ്. പിന്നെ രോഗങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ പലപ്പോഴായിട്ട് പലരും പറയാറുണ്ട്, വൈകുന്നേരം വരെ ഓട്ടത്തിലായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റിയില്ല, അത് കാരണം ക്ഷീണം അനുഭവിക്കുന്നു എന്നുള്ളത്. അത് എത്രത്തോളം? അത് പട്ടിണിയാണ്. അവിടെ അത് ആ മനുഷ്യനെ വീക്കാക്കും, രോഗിയാക്കും. അതേസമയം ആ മനുഷ്യന്റെ ബോധപൂർവമായ തീരുമാനത്താൽ ഭക്ഷണം കുറച്ച് ഒരു നേരം മാത്രമാക്കുകയോ 2 നേരം പഴങ്ങൾ 1 നേരം വേവിച്ചതാക്കുകയോ ആ ക്രമീകരണങ്ങൾ വരുത്തുമ്പോൾ അത് ശക്തി പകരുന്ന ഒരു ഉപവാസ രീതിയിലേക്ക് മാറി. ഉപവാസവും പട്ടിണിയും രണ്ടും രണ്ടാണ്. അപ്പോൾ മലയാളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഹാരം രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ഒക്കെ കഴിച്ച് ദഹനേന്ദ്രിയങ്ങളെ ദുരിതത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. പട്ടിണി ആയിട്ട് നമുക്ക് ഇതിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മലയാളിയുടെ ജീവിതചര്യ പ്രകൃതി ചികിത്സാ രീതിയിലൂടെ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ എന്തായിരിക്കണം? രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടെ സുഖമായി ജീവിക്കാൻ സാധിക്കും. എന്തായിരിക്കണം ആ ഭക്ഷണക്രമം? ആ ഭക്ഷണക്രമം ഒന്ന്, രാവിലെ സൂര്യൻ ഉദിച്ച് സൂര്യന് ശക്തി പ്രാപിച്ചു വരുന്നത് വരെ ജഡരാഗ്നി ഉണരില്ല. സൂര്യൻ ശക്തി, ഉച്ചയ്ക്ക് നമുക്കൊരു ആനയെ വേണമെങ്കിൽ തിന്നാം. രാവിലെ അമിത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദിവസം പോക്കാണ്, വയറാകെ കട്ടിപ്പും കർമ്മങ്ങൾക്കുള്ള ഒരു വിഘാതം ഉണ്ടാവുക. അപ്പോൾ രാവിലെ കഴിക്കണമെങ്കിൽ വളരെ മിതമായേ കഴിക്കാവൂ. അത് പഴങ്ങളാക്കണമെന്നാണ് ഞങ്ങൾ പ്രകൃതി ചികിത്സകർ പറയുന്നത്. എങ്ങനെയുള്ള പഴങ്ങൾ? ഇഷ്ടമുള്ള പഴങ്ങൾ, സീസണലായിട്ട് കിട്ടുന്ന പഴങ്ങൾ. നിങ്ങളുടെ വീടിന് അടുത്തുള്ള പഴങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ട പഴങ്ങൾ. നിങ്ങളുടെ വീടിൻ്റെ ആ അന്തരീക്ഷം, കാലാവസ്ഥ, ആ വെള്ളം, അവിടെ ഉണ്ടാകുന്ന, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഒരു പപ്പായ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളൊരു പപ്പായയാണ്. അത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പപ്പായയ്ക്ക് ഒരിക്കലും ഇന്ത്യക്കാരൻ്റെ ഈ കാലാവസ്ഥയിൽ ജീവിക്കുന്നവൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും തരാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ 2 തരത്തിലാണ് കുഴപ്പം. ഒന്ന്, പ്രകൃതി കേരളീയന്റെ അന്തരീക്ഷത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതല്ല. ഡോക്ടർ ഇത് പറയുന്നത് തീർച്ചയായിട്ടും ശരിയാണ്, എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് സ്വന്തം വീട്ടുമുറ്റത്തുണ്ടോന്ന് കഴിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നഗരങ്ങളിൽ, നാട്ടിൻപുറത്തൊക്കെ പച്ചക്കറിയോ അല്ലെങ്കിൽ പപ്പായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രം കാണാനായിട്ട് പറ്റുന്ന ഒരു കണിക വസ്തുവാണ്. എങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും ആശ്രയിക്കുന്നത് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ പച്ചക്കറി ആണെങ്കിലും പപ്പായ ആണെങ്കിലും എന്തും മറ്റ് വിപണികളെ ആശ്രയിച്ചാണ് കേരളീയന്റെ ഈ പറഞ്ഞ ഭക്ഷണ രീതിയിലേക്ക് എത്തുമ്പോഴും ഒരു ഭക്ഷണത്തിന്റെ ക്രമം ഉണ്ടാവുന്നത്. അവിടെയാണ് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് കേരളീയന്റെ കണ്ണുറപ്പിക്കുന്ന മാതൃകയായി കേരളത്തിനുള്ളിൽ തന്നെ ഉള്ളത്. അവരും ഇതുപോലെ വാങ്ങിക്കൊണ്ടിരുന്നവരാണ്. ഇന്ന് ടൺ കണക്കിന് പച്ചക്കറിയാണ് ആ പഞ്ചായത്തിലെ, സമീപത്തുള്ള പഞ്ചായത്തുകളിലെ സാധാരണ മനുഷ്യർ അവരുടെ 10 സെന്റിനുള്ളിൽ 5 സെന്റിനുള്ളിലെല്ലാം ഉണ്ടാക്കി കേരളത്തിന് വിതരണം ചെയ്യുന്നത്. ആ റോഡിലൂടെ പോകുമ്പോൾ എത്രയേറെ പച്ചക്കറി സ്റ്റാളുകളാണ്, ജൈവ കൃഷി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ. ഈ നഗരങ്ങളിൽ താമസിക്കുന്നവർ ഏത് രീതിയിലാണ് ഇത്? ആ റോഡുകളിൽ പോകുന്നവർക്കും അതുവഴി യാത്ര ചെയ്യുന്നവർക്കും പ്രയോജനം ചെയ്തേക്കാം. അതേസമയം നഗരങ്ങളിൽ താമസിക്കുന്നവർ ഏത് രീതിയിലാണ് അവരുടെ ആരോഗ്യത്തെ? നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് കൂടുതൽ പരിമിതിയുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ഗതികേട് പിടിച്ചവരാണ്, ദരിദ്രരാണ് നഗരത്തിൽ താമസിക്കുന്നവര്. വായുവിനാൽ ദരിദ്രര്, സ്പേസ്, സ്ഥല പരിമിതിയാൽ ദരിദ്രര്. പണം എന്ന് പറഞ്ഞിട്ട് നാളെ വിലയില്ലാതെ അയക്കാവുന്ന കുറച്ച് കെട്ടുകൾ അവരുടെ കയ്യിലുണ്ടാവും. പക്ഷെ അവർക്ക് ശുദ്ധവായു ഇല്ല, തല ഉയർത്തി നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു കെട്ടിടം ഉണ്ടാവില്ല. അപ്പോൾ നഗരത്തിലുള്ളവരുടെ മാത്രം വെച്ചുകൊണ്ട് നമുക്കിതിനെ കൂടുതൽ പറയാൻ സാധിക്കില്ല. അവരാ ഗതികേടിൻ്റെ തകർച്ചകൾ, പോരായികൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും സഹിക്കാനും തയ്യാറാവണം. എന്നിരുന്നാൽ പോലും ടെറസിൻ്റെ പുറത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആന്തൂറിയവും ഉണക്ക ഓർക്കിഡും നട്ടുപിടിപ്പിച്ച് അതിലൊരു സൗന്ദര്യം കാണുന്നതിന് പകരം ഒരു തക്കാളി ചെടി എന്തുകൊണ്ട് നമ്മുടെ അലങ്കാര ചെടിയായി മാറുന്നില്ല? അതിൽ സൗന്ദര്യം എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല?
ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു രസം തോന്നി, നഗരത്തിലുള്ളവർ എന്തുകൊണ്ടും ദരിദ്ര എന്ന് പറഞ്ഞപ്പോൾ. ഈ നഗരത്തിലുള്ളവരെയാണ് ഒരു 5 ഭൂതങ്ങൾ കൂടിയിരിക്കുകയാണ്. ഇപ്പൊ ആകാശം, വായു, വെള്ളം, ഭൂമി, അഗ്നി എന്ന് പഞ്ചഭൂതങ്ങൾ പറയുന്ന പോലെ തന്നെയുള്ള പഞ്ചഭൂതങ്ങൾ കകാരത്തിലാണ്. കള്ള്, കാമം, ക്രോധം, കടം, കലഹം എന്ന് പറയുന്ന രീതിയിലാണ് ഈ കകാരങ്ങളിൽപ്പെട്ട നഗരങ്ങളെ പിടികൂടിയിരിക്കുന്ന, അല്ലേ? ശരിക്കും അല്ലേ? കള്ള്, കാമം, ക്രോധം, കലഹം, കടം, ഇങ്ങനെയുള്ള 5 മേഖലകളാണ് ഏറ്റവും കൂടുതലായിട്ടും നഗരത്തിൽ ഉള്ളൊരു വ്യക്തിയെ, പഞ്ചഭൂതങ്ങൾ തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ നഗരത്തിൽ താമസിക്കുന്നവർ ദരിദ്രന്മാരാണ് എന്തുകൊണ്ടും എന്ന് ഡോക്ടർ പറഞ്ഞു. ഭീകരരുമായിട്ട് മാറുന്നു. ഡോക്ടർ, നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. ഒപ്പം ചോദിക്കട്ടെ, പല അസുഖങ്ങൾ വരുന്ന സമയത്തും തന്നെ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണല്ലോ, ഓട്ടത്തിലാണ് എല്ലാവരും. ആർക്കും സമയമില്ല. ഒരു പനി വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ പനി മാറിയിരിക്കണം. അതിന് എന്തൊക്കെ പാരസെറ്റമോൾ ഉണ്ടോ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടോ, എന്തൊക്കെ ഇഞ്ചക്ഷൻ എടുത്തിരിക്കും. ശരിയാണോ തെറ്റാണോ? ഏത് രീതിയിലാണ് ഇത് കൂടുതൽ അസുഖങ്ങൾക്ക് വഴിവെക്കുന്നത്? അമേരിക്കയിൽ ഇല്ലാത്ത ഒരു ഗുളികയാണ് പാരാസെറ്റമോൾ. എന്തുകൊണ്ട് അമേരിക്ക ഇത് നിരോധിച്ചു വെച്ചിരിക്കുന്നു? ഏതൊരു മെഡിക്കൽ ടെക്സ്റ്റിലേക്ക് പോയാലും പാരാസെറ്റമോൾ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ലിവർ ഡാമേജ് ഇൻ ക്രോണിക് ആൽക്കഹോളിക്സ് എന്ന് കാണാം. മദ്യപിക്കുന്നവർ പാരാസെറ്റമോൾ കഴിച്ചാൽ കരളിന്റെ കാര്യം പോക്കാണ്. കാപ്പി കഴിക്കുന്നവര് ഫുഡ് ഇന്ററാക്ഷൻ ഉണ്ട്, കാപ്പിയും പാരാസെറ്റമോളും കൂടെ ചേർന്നാൽ കരളിന് നാശം. ഇപ്പോൾ ബ്രിട്ടീഷ് നാഷണൽ ഫോർമുലറി എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള ഡോക്ടർമാർക്ക് വേണ്ടി പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്. അതിൽ പാരാസെറ്റമോളിനെ കുറിച്ച് പറയുന്നത് എമർജൻസി ട്രീറ്റ്മെന്റ് ഓഫ് പോയിസണിങ് എന്ന് പറഞ്ഞൊരു ഭാഗത്താണ്. ആസ് ലിറ്റിൽ ആസ് 10 to 15 gram of paracetamol taken within 24 hours may cause severe hepatocellular necrosis and less frequently renal tubular necrosis. 24 മണിക്കൂറിന്റെ ഉള്ളിൽ പാരാസെറ്റമോളിന്റെ ചെറിയൊരു അളവായ 10 തുടങ്ങി 15 ഗ്രാം, ബ്രാക്കറ്റിൽ അവർ എഴുതിയിട്ടുണ്ട് 20 to 30 ടാബ്ലറ്റ്, അകത്ത് ചെല്ലുകയാണെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ കരളിലെ കോശങ്ങൾ ചത്തുപോയി, അപൂർവമായിട്ട് കിഡ്നിയിലെ കോശങ്ങൾ ചത്തുപോയി, 3-4 ദിവസത്തിനുള്ളിൽ ആൾ മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു മരണത്തിന് മെഡിക്കൽ ടേംസിൽ പറയുക എൻസെഫലോപ്പതി, ജപ്പാൻ ജ്വരം എന്നോ അല്ലെങ്കിൽ ഹെമറേജ് എന്നോ സെറിബ്രൽ എഡിമ എന്നോ, അപ്പോൾ എന്താണ് നമ്മൾ എലിപ്പനി, പുലിപ്പനി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പനികളുടെ പേരിൽ സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾ മുഴുവൻ മരിക്കുന്നത് ചെറിയ ചെറിയ പനികളെ മരുന്ന് ചെയ്ത് പെട്ടെന്ന് അടിച്ചമർത്തി പിന്നെ അത് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് വന്നിട്ട് അതിന് ചെയ്യുന്ന മരുന്നുകൾ കൊണ്ടാണ്. ഇതൊരു കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഞങ്ങൾ നിരന്തരം ഇത് ഒബ്സർവ് ചെയ്യുകയും എലിപ്പനി ഉണ്ടാകുമ്പോൾ, ഡെങ്കിപ്പനി ഉണ്ടാകുമ്പോൾ, ജപ്പാൻ ജ്വരം ഉണ്ടാകുമ്പോൾ, ചിക്കൻ ഗുനിയ ഉണ്ടാകുമ്പോൾ ഇതെല്ലാ സ്ഥലങ്ങളിലും പോയി പഠനം നടത്തി അവിടെ രോഗികൾ കഴിച്ച മരുന്നുകളെ കുറിച്ച് പഠനം നടത്തി, മെഡിക്കൽ ടെക്സ്റ്റുകൾ 3 ലക്ഷം രൂപയുടെ മെഡിക്കൽ ടെക്സ്റ്റുകൾ ഞങ്ങൾ വാങ്ങിയ ഒരു ലൈബ്രറി ഉണ്ടാക്കി. അങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പഠനം ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വ്യക്തമാകുന്നത് ചെറിയ രോഗങ്ങളെ തടയാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകളാണ് മഹാരോഗങ്ങൾ ഉണ്ടാക്കുന്നത്. മെഡിക്കൽ ടെക്സ്റ്റിലും കാണാൻ സാധിക്കും. ഇപ്പോൾ ജലദോഷത്തിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ മരുന്ന് കൊടുത്തിട്ട് കുട്ടികൾ മരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അമേരിക്ക കഴിഞ്ഞ 6 മാസം മുമ്പ് നിരോധിച്ചു. അതേപോലെ തന്നെ നമ്മളിന്നിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന 12 മരുന്നുകൾ ലോകാരോഗ്യ സംഘടന നിരോധിച്ചിട്ട് വർഷങ്ങളായി. നൈസ് എന്ന് പറയുന്ന നിമജസിക്, നിമുലിഡ് എന്നൊക്കെ പറയുന്ന നിമുസലൈഡ് ടാബ്ലറ്റ്, സിസാപ്രൈഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ്, അനാൽജിൻ, ഇതെല്ലാം നിരോധിക്കപ്പെടുകയാണ്. വിക്സ് ആക്ഷൻ 500 എന്ന് പറയുന്ന നമ്മുടെ തലവേദന സംഹാരി ലോകാരോഗ്യ സംഘടന നിരോധിച്ച സാധനമാണ്. ഡോക്ടർ, 2 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് അസുഖം വന്നു, അല്ലെങ്കിൽ ഇത്ര വയസ്സിനുള്ളിൽ ഇന്ന അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കട്ടെ, എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെയുള്ള പാരസെറ്റമോൾ സാധനങ്ങൾ തന്നെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള ഒരു സത്യമാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട്. ഈ അസുഖം വന്നിരിക്കുന്ന സമയത്തും ആഹാര രീതിയിൽ ഏതൊക്കെ രീതിയിലുള്ള ഒരു ഇതാണ് പാലിക്കേണ്ടത്? അസുഖമുള്ളപ്പോ സുഖമുള്ള ശരീരത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് പോലെ ജോലി ചെയ്യിപ്പിക്കാവോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ നായയ്ക്ക് ഒരു രോഗമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നായ ഭക്ഷണം കഴിക്കാതെയാകുമ്പോഴാണ്. നിങ്ങളുടെ പശുവിന് രോഗം വന്നു എന്നറിയുന്നത് പശു വെള്ളം കുടിക്കുന്നില്ല, അയവിറക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല. അപ്പം മൃഗം രോഗം വന്നാൽ ഭക്ഷണം കഴിക്കുന്നില്ല, നിങ്ങൾ മൂക്കറ്റം ഭക്ഷണം കഴിക്കുന്നു. എന്തുകൊണ്ടാണ്? മൃഗത്തിന് തലയ്ക്ക് വിവരമുണ്ട്. രോഗം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ശരിയാവില്ല, കേടുള്ള മിക്സിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടില്ല. അപ്പം ഏതൊരു രോഗം വരുമ്പോഴും ശരീരത്തിന് പരിപൂർണ്ണ വിശ്രമം കൊടുക്കുക, ആഹാരത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് വിവേകമായിട്ട് വേണ്ടത്. അത് ചെയ്യുകയാണെങ്കിൽ ചെറിയ തലവേദന, ചെറിയ പനി, ജലദോഷം ഇതെല്ലാം ഏതൊരു മരുന്നിനേക്കാളും വേഗത്തിൽ തന്നെ മാറിക്കിട്ടും. പലപ്പോഴും അത് വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതാണ് വളരെ എളുപ്പം, ഏതൊരു ആളുടെ ജീവിതത്തെയും വളരെ ലളിതമാക്കുന്ന, രോഗങ്ങളില്ലാതെ 30 കൊല്ലമായിട്ട് ഒരു രോഗമില്ലാതെ ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് അതിന് ശക്തി തരുന്നത്
എന്തെങ്കിലും ഒരു അസ്വസ്ഥത എൻ്റെ ശരീരത്തിന് തോന്നുമ്പോൾ ഞാൻ ശരീരത്തെ കൊണ്ട് പണിയെടുപ്പിക്കില്ല. സാധാരണയായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്, ഒരു പനി വന്നു പോകുന്നത് നല്ലതാണ്, ജലദോഷവും, അതായത് ശരീരത്തിന്റെ റെസിസ്റ്റൻസ് പവർ വളരെ കൂട്ടും എന്നുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാകും ഡോക്ടർ? മെഡിക്കൽ ടെക്സ്റ്റിൽ ഇപ്പോൾ ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു മെഡിക്കൽ ടെക്സ്റ്റ് ഉണ്ട്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അതിൽ അതിൻ്റെ 20th എഡിഷൻ 136ാമത്തെ പേജ് പറയുന്നത് ഫീവർ ആസ് എ ഡിഫെൻസീവ് അഡാപ്റ്റേഷൻ. നമ്മുടെ ശരീരത്തിലേക്ക് അഴുക്ക് കയറിക്കഴിഞ്ഞാൽ, അണുക്കൾ കയറിക്കഴിഞ്ഞാൽ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശരീരം ചൂട് കൂട്ടി കൊടുക്കുന്ന പ്രതിരോധ നടപടിയാണെന്നാണ്. വളരെ വ്യക്തമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഇത് പറയുന്നുണ്ട്. ശ്വാസകോശത്തിനുള്ളിൽ ഉറങ്ങിയിരിക്കുന്ന കഫത്തെ പുറത്തേക്ക് തള്ളിക്കളയാനായിട്ട് ചുമ വരുത്തുന്നു, ജലദോഷം ഉണ്ടാക്കുന്നു. അതുപോലെ ജലദോഷം ഉണ്ടാകുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻ നമ്മുടെ കോശങ്ങൾക്ക് വരുമ്പോഴാണ് കോശങ്ങൾ ഇന്റർഫ്രോൺസ് എന്ന് പറയുന്ന ഒരു സ്രവം പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ജലദോഷം, വൈറൽ ഫീവർ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ ഓരോ കോശങ്ങളും 100 ട്രില്യൺ കോശങ്ങളാണ് ശരീരത്തിലുള്ളത്, ഇന്റർഫെറോൺസ് ഉണ്ടാക്കുന്നു. ഈ ഇന്റർഫെറോൺസ് ആണ് ക്യാൻസറിനെതിരായിട്ട് ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടത്തിന്റെ വസ്തു. ഒരു ജലദോഷത്തെ നമ്മൾ മരുന്ന് ചെയ്ത് തടയുമ്പോൾ 2 അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ക്യാൻസറിനെ തടയാൻ വേണ്ടി ശരീരത്തിന് പുറപ്പെടുവിക്കാൻ കഴിയുമാകുന്ന ഇന്റർഫെറോൺസ് ഇല്ലാതെ പോകുന്നു. രണ്ടാമത്തെ അപകടം, കഫം എന്ന് പറയുന്ന വസ്തു എന്താണ്? കഫം നല്ലതാണെങ്കിൽ നിങ്ങൾ ജലദോഷത്തെ മരുന്ന് ചെയ്ത് നിർത്തി കഫം പുറത്തു പോകാതെ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. അല്ല, കഫം ചീത്തയാണെങ്കിൽ അത് പുറത്തു കളയാനുള്ള ശരീരത്തിന്റെ അസാധാരണ ശുദ്ധീകരണ നടപടിയായ ഒരു ചികിത്സാ നടപടിയായ ജലദോഷത്തെ സമ്മതിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ആ കഫം പുറത്തു പോകാൻ സമ്മതിക്കണം. അപ്പോൾ നമ്മൾ ആ കഫം പുറത്തു പോകാൻ സമ്മതിക്കാതെ മരുന്ന് കഴിച്ച് തടയുമ്പോൾ അത് മുഴുവൻ ബ്ലോക്കായി, അത് മൈഗ്രെയിനായി, സൈനസൈറ്റിസായി, അലർജിയായി, തൊണ്ടരോഗങ്ങളായി, ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കുന്ന കഫം ആസ്തമയായിട്ട് മാറി. പക്ഷെ ഡോക്ടർ, ഈ നമ്മുടെ ഇന്നത്തെ പൊല്യൂഷനുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഈ കഫക്കെട്ട് അല്ലെങ്കിൽ ജലദോഷമൊക്കെ സ്വാഭാവികം. പക്ഷെ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാമാന്യഗതിയിൽ മാറേണ്ട ജലദോഷം അല്ലെങ്കിൽ പനിയൊക്കെ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് മാറാത്ത അവസ്ഥയിൽ ന്യൂമോണിയ പോലെ, അതുമല്ലെങ്കിൽ കഫക്കെട്ടിലൂടെ ഉണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകളിലേക്കൊക്കെ മാറുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പൊ എത്രത്തോളമാണ് മരുന്ന് പ്രയോഗിക്കാതെ ഡോക്ടർ പറയുന്ന രീതിയിൽ തന്നെ പ്രകൃതിദത്തമായിട്ട് ഇതിനു വേണ്ടി നിന്നു കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാവും? ഒരിക്കലും ഒരു പനി നിങ്ങൾക്ക് മാരകമായിട്ട് മാറിത്തീരില്ല. ഒരു ജലദോഷം ഒരിക്കലും നിങ്ങൾക്ക് ആപത്തായി മാറി വേറൊരു രോഗം ആവില്ല. നിങ്ങൾ ഈ രോഗം തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കണം. പനിയോടൊപ്പം നിങ്ങൾ ചോറ് തിന്നും, ബിരിയാണിയും പോയി തിന്നും, മരുന്ന് കഴിച്ചല്ലോ എന്നുള്ളതാണ് നിങ്ങളുടെ ധൈര്യം. സത്യം പറഞ്ഞാൽ മരുന്നുകൾക്ക് രോഗം മാറ്റാനുള്ള കഴിവില്ല, ഒരു മരുന്നിനും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള കോശത്തിന്, ഇപ്പോൾ ശരീരത്തിലുള്ള ഹൃദയമായാലും കരളായാലും കിഡ്നി ആയാലും ഇതെല്ലാം 100 ട്രില്യൺ കോശങ്ങളിൽ നിന്ന് കുറേ കോടി കോശങ്ങൾ ചേർന്നുള്ള ഒരു സംവിധാനം മാത്രമാണ്. ഈ ത്വക്കിലെ കോശങ്ങൾ 30 ദിവസം മാത്രമാണ് ജീവിക്കുന്നത്. ഓരോ 30 ദിവസവും നിങ്ങൾക്ക് പുതിയ ത്വക്കുണ്ടാവുന്നു. റെഡ് ബ്ലഡ് സെൽസ് 120 ദിവസമാണ് ജീവിക്കുന്നത്. ഹൃദയത്തിലെ കോശങ്ങൾ 90 ദിവസം. ഓരോ 120 ദിവസത്തിലും നിങ്ങൾക്ക് പുതിയ കോശങ്ങൾ ഇങ്ങനെ വന്ന് ശരീരത്തിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിനൊരു കേടുണ്ടെങ്കിൽ അവിടെ നിലനിൽക്കുന്ന കോശങ്ങൾക്കൊരു കേടുണ്ടെന്ന് അർത്ഥം. പുതിയ കോശങ്ങൾ വരുമ്പോൾ ആ കോശങ്ങൾ നന്നായി വരികയാണെങ്കിൽ ഈ ഹൃദയത്തെ കീറി മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണം നന്നായി, നല്ല ഭക്ഷണത്തിലൂടെ നല്ല രക്തം, നല്ല കോശങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചികിത്സ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. ഡോക്ടർ, ഈ പ്രതിചികിത്സ പൂർണ്ണമായിട്ട് പാലിക്കുന്നത് കൊണ്ട് യൗവനം നിലനിർത്തുക എന്നുള്ളതാണോ, ആരോഗ്യത്തെ നിലനിർത്തുക എന്നുള്ളതാണോ, ആയുസ്സിനെ നിലനിർത്തുക എന്നുള്ളതാണോ? ഒരു ഫിഷ് ടാങ്കിലുള്ള മത്സ്യത്തിന്റെ ആയുസ് നിശ്ചയിക്കുന്നത് മത്സ്യം യോഗ ചെയ്യുന്നുണ്ടോ, പ്രകൃതി ഭക്ഷണമാണോ കഴിക്കുന്നത് എന്നതിനേക്കാൾ കൂടുതൽ അത് കിടക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധിയാണ്. അപ്പം നമ്മുടെ രക്തത്തിൽ ചുവന്ന രക്താണുക്കളുണ്ട്, വെളുത്ത രക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, പിന്നെയും ഘടകങ്ങളുണ്ട്. നമ്മുടെ ഈ ശരീരം ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു ഫിഷ് ടാങ്ക് ആയിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ സങ്കല്പിച്ചാൽ ഈ ശരീരത്തിലുള്ള ഓരോ കോശവും സ്വയം ജനിച്ച്, സ്വയം വിഭജിച്ച്, പുതുതായിട്ടുണ്ടായി, അങ്ങനെ കൈമാറുന്ന മെസ്സേജ്, ഇൻഫർമേഷൻ കൈമാറുന്നു. ഈ കോശങ്ങൾ ചത്തുപോകുമ്പോൾ പ്രോട്ടീൻ, മറ്റു തരത്തിലുള്ള കണ്ടന്റ്സ് എല്ലാം കൈമാറിയിട്ടാണ് ചത്തുപോകുന്നത്. അത്ഭുതകരമാണ്. നമ്മുടെ മലം നോക്കിക്കഴിഞ്ഞാൽ മഗ്നീഷ്യം ഇല്ല, സിങ്കില്ല, കോപ്പർ ഇല്ല, പൊട്ടാസ്യം ഇല്ല. അപ്പോൾ ഇതെല്ലാം കൈമാറി പോവാണ്. അതുകൊണ്ട് ഈ പലരും പറയുന്ന പോലെ നമ്മളിങ്ങനെ കോംപ്ലിമെന്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ ഇങ്ങനെ കൈമാറി കൈമാറി പോകുന്ന ഒരു തുടർച്ചയായിട്ടുള്ള ഈ ശരീരത്തിന് യൗവനം നിലനിൽക്കുക എന്ന് പറയുന്നത് ഈ കോശത്തിന് ത്വക്കിലെ കോശം 30 ദിവസം കൊണ്ടാണ് മരിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ചാരായം കുടിക്കുകയാണെങ്കിൽ ഇത് 10 ദിവസം കൊണ്ട് മരിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ തീഷ്ണത കൂടിയ ഭക്ഷണ സാധനങ്ങൾ വറുത്തതും മൊരിച്ചതും ഇറച്ചിയും പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ പതുക്കെ നിങ്ങളുടെ മൊരി പിടിക്കാറുണ്ട്. അതിനർത്ഥം 30 ദിവസം കൊണ്ട് മരിച്ചു പോകേണ്ട കോശങ്ങൾക്ക് 30 ദിവസം ജീവിക്കാൻ പറ്റുന്നില്ല, അതും 15 ദിവസം കൊണ്ട് മരിക്കുന്നു. റെഡ് ബ്ലഡ് സെൽസിന് 120 ദിവസം ജീവിക്കാം. പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കോമ്പിനേഷൻ തെറ്റായതുകൊണ്ട്, അസിഡിറ്റി കണ്ടന്റ് കൂടിയത് കൊണ്ട് ഈ കോശങ്ങൾ 30 ദിവസത്തിന് പകരം, അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് 120 ദിവസത്തിന് പകരം 60 ദിവസത്തിൽ മരിക്കുന്നു. ഡോക്ടർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ 120 ദിവസം ജീവിക്കാൻ, 120 കൊല്ലം ജീവിക്കാൻ അർഹതയുള്ള മനുഷ്യൻ 120 ദിവസത്തെ കോശം 60 ദിവസം കൊണ്ട് ചാകുന്നത് പോലെ 160 വയസ്സിൽ മരിക്കേണ്ടി വരും. അപ്പൊ യൗവനം നിലനിർത്തുക എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ കോശത്തിനും പരമാവധി ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്ന കറക്റ്റ് റോ മെറ്റീരിയൽ, ശരിയായ ബ്രീതിങ്, ശരിയായ വെള്ളം. ഈ ചായയും കാപ്പിയൊക്കെ വെള്ളം കൂടുതൽ ആവശ്യപ്പെടുന്ന പാഷാണങ്ങളാണ്. ശരിയായ ഭക്ഷണം, ഇതാണ് കൊടുക്കേണ്ടത്. ഒരു ശരാശരി മലയാളിയുടെ ആയുസ്സിന്റെ ദൈർഘ്യം ഒരു കാലത്തുണ്ടായിരുന്നതല്ല ഈ കാലഘട്ടത്തിലുള്ളത്. സംശയമൊന്നുമില്ല. ജീവിതവും ജീവിത സാഹചര്യങ്ങളും ജീവിത സമ്മർദ്ദങ്ങളും നമ്മൾ നിത്യേന അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നല്ല ചിട്ടയായ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ എത്ര വയസ്സ് വരെയാണ് ഈ കാലഘട്ടത്തിൽ ഒരു മലയാളിയുടെ ആയുസ് എന്ന് പറയുന്നത്? അതിൽ പറയാ പ്രയാസമാണ്. ഒന്ന്, വെള്ളവും വായുവും ഭൂമിയും മണ്ണും ഒക്കെ മലിനീകൃതമായിരിക്കുന്നു. അതുപോലെ അന്തരീക്ഷം നമ്മിൽ ഏൽപ്പിക്കുന്ന ആഘാതം, സൗണ്ട് പൊല്യൂഷൻ, ടെൻഷൻ, ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം മാത്രം ശരിയാക്കിയിട്ട് നമുക്കങ്ങ് ജീവിച്ചു. കാരണം ഒരു മനുഷ്യന് 4 തലങ്ങളുണ്ട്: ആത്മീയമായ തലം, മാനസികമായ തലം, ശാരീരികമായ തലം, സാമൂഹികമായ തലം. ഒരു വീട്ടിലെ അച്ഛൻ ഗൗരവക്കാരനാണ്, അല്പം പൊട്ടിയിരിക്കുന്ന ആളാണെങ്കിൽ കുട്ടിക്ക് ആസ്തമ പിടിക്കും. പല രോഗങ്ങളും അങ്ങനെ കുടുംബം ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട്. കള്ളന്മാരുടെ ഇടയിൽ താമസിക്കുന്ന ഒരു പാവത്താൻ്റെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ. എലിപ്പത്തായത്തിൽ ഇങ്ങനെ പേടിച്ചു വന്ന് ടോർച്ചൊക്കെ അടിച്ചു നോക്കി വിറച്ച് ജീവിക്കുന്ന, ഇപ്പോൾ കണ്ണൂർ തന്നെ ബോംബ് പൊട്ടുന്നതിനിടയിൽ ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, പ്രഷർ കൂടുക, ഉറക്കമില്ലായ്മ വരിക. ഇപ്പോൾ ജയകൃഷ്ണ മാഷിൻ്റെ ക്ലാസ്സിലിരുന്നിരുന്ന വിദ്യാർത്ഥികൾ, ആ കുട്ടികളെയൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ് നല്ലത്. അത്രയ്ക്ക് മാനസികമായ തകർച്ച അവരുണ്ടായി. എത്ര സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്താലും ആ കുട്ടികളുടെ ജീവിതം നേരെയാവില്ല. ഈ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഹെൽത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമാണ്. ഇതെല്ലാം മലിനീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ജീവിതം എത്ര കാലം നിൽക്കും എന്നതിനെക്കുറിച്ച് പറയുക പ്രയാസമാണ്. പക്ഷേ അവിടെ പ്രകൃതി രീതി ചെയ്യുന്നവർ മറ്റുള്ളവരെക്കാൾ കുറഞ്ഞ രോഗങ്ങളോടെ, കൂടുതൽ ആരോഗ്യത്തോടെ കൂടുതൽ കാലം ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. അതേ സാധിക്കുള്ളൂ. വളരെ സന്തോഷം ഡോക്ടർ. സുപ്രഭാതത്തിലൂടെ പ്രകൃതി ചികിത്സയെ കുറിച്ച് മാത്രമല്ല, ജീവിതത്തിൽ ഏതൊക്കെ ചികിത്സ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഓരോരോ രോഗങ്ങൾ ഓരോരോ സമയത്തായിട്ട് വന്നു ഭവിക്കുന്നത്. തീർച്ചയായിട്ടും പലർക്കും ഒരു ഉൾവിളി, ഒരു പുനർചിന്തനം ജീവിതത്തിൻ്റെ ഇനിയുള്ള ഘട്ടത്തിൽ ഉണ്ടാകാൻ ഈ സുപ്രഭാതം ഉപകരിച്ചെങ്കിൽ ഡോക്ടറെ വളരെ ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. താങ്ക് യു വെരി മച്ച്.